നിങ്ങൾക്കൊരു ചാനലിൽ അവതാരകനാവാനാണോ താല്പര്യം? നിങ്ങൾക്ക് അവതാരകനാവാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ടർ ആവാനാണോ താല്പര്യം? നിങ്ങൾക്ക് റിപ്പോർട്ടർ ആവാം. ഇതിന്റെ ഒപ്പം തന്നെ ഇത് ക്രിയേറ്റീവ് സൈഡാണ്. ഈ ക്രിയേറ്റീവ് സൈഡിന്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സൗജന്യമായ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം, ഏജിന്റെ പ്രശ്നങ്ങളില്ല, ക്വാളിഫിക്കേഷന്റെ പ്രശ്നമില്ല. അങ്ങ് ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചാൽ എനിക്ക് വിദ്യാഭ്യാസമില്ല. ഈ പലപ്പോഴും ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാവുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കൃത്യമായി ആ വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ കഴിവിനെ മനസ്സിലാക്കി, അവൻ്റെ കൂടെ നിന്ന്, വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവരാണെങ്കിലും കൂടിയവരാണെങ്കിലും അവരുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു വരികയും, അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, എന്തുകൊണ്ട് ഈ വരുന്ന സാധാരണക്കാരൻ മനുഷ്യരെ നമുക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലോട്ട് കടത്തി വിട്ടുകൂടാ, അവർക്ക് എന്തുകൊണ്ട് സ്വന്തമായി കണ്ടെത്തിക്കൂടാ. കാരണം ഒരാളുടെ കീഴിൽ നിന്നും ജോലി ചെയ്യേണ്ട, ചെറിയൊരു എമൗണ്ട് അല്ല സോഷ്യൽ മീഡിയ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇനി വരാനിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയയും ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഹലോ ഫ്രണ്ട്സ്, അബാക് മീഡിയ ഈ മാസം 15-ാം തീയതി ഒരു സോഷ്യൽ മീഡിയ 1 ഡേ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ഇതേക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. തീർത്തും ഫ്രീ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് സോഷ്യൽ മീഡിയ രംഗത്തെ താരവും നമുക്കെല്ലാം സുപരിചിതനുമായിട്ടുള്ള റോജൻ ബാബാജിയാണ്. ഹലോ റോജൻ. നമസ്കാരം. എന്തൊക്കെയാണ് വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങൾ, കാര്യങ്ങൾ പറയും? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സൗജന്യമായ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം, ഇപ്പോൾ അബാക് മീഡിയയും രോഹിത് ഏട്ടനും നമ്മുടെ ഈ അബാക്കിൽ കാണുന്ന ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളും പുറത്തുനിന്ന് ഒത്തിരിയധികം വ്യക്തികളും വരുന്നുണ്ട്, എൻ്റെ ഒപ്പം അണിചേരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞാനും ഉണ്ട് വർക്ക്ഷോപ്പിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഇവിടെ വന്നിരുന്നു. പേഴ്സണലി എനിക്ക് വരാറുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാരണം ഒത്തിരിയധികം കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഒരു പ്രൊഫഷണൽ ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഇവരുടെ വീഡിയോസുകൾ എങ്ങനെയാണ് ജനങ്ങളിലോട്ട് എത്തിക്കുക, അവർക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി കരിയറിൽ ഗ്രോത്ത് സംഭവിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ 10,000-20,000 രൂപയ്ക്ക് ജോലി ചെയ്യുകയും ഒരു ലീവിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന കാലഘട്ടം എല്ലാം ചേഞ്ചായി. ഇന്ന് നമ്മുടെ കഴിവ് എന്താണോ ആ കഴിവിനെ വെച്ച് നമുക്ക് സോഷ്യൽ മീഡിയയുടെ നമുക്കതിനെ പബ്ലിസിറ്റി കൊടുക്കാം. അതിൻ്റെ മികച്ച വീഡിയോസ് നമുക്ക് മേക്ക് ചെയ്യാം. അതിന് ക്രിയേറ്റീവായ കണ്ടൻറ്റുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതിന് ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ക്യാമറ പഠിക്കണം, എഡിറ്റിംഗ് സെപ്പറേറ്റ് പഠിക്കണം, സോഷ്യൽ മീഡിയയിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് പഠിക്കണം, ഈ കണ്ടൻറ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ക്രിയേറ്റീവായ കണ്ടൻറ്റുകൾ മേക്ക് ചെയ്യാൻ സെപ്പറേറ്റ് പഠിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു കുടക്കീഴിൽ എനിക്ക് തോന്നുന്നു ഈ 15-ാം തീയതി ഒരു ദിവസത്തെ വർക്ക്ഷോപ്പിന് വന്നു കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായൊരു ബോധം കിട്ടും. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഓരോ കോഴ്സുകളും സെപ്പറേറ്റ് പഠിച്ചതിന് ശേഷമാണ് എല്ലാവരും ഇത്തരത്തിലുള്ള മേഖലയിലോട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും പേഴ്സണലായിട്ട് ഒരുപാട് ആളുകളൊന്ന് ചോദിക്കാറുണ്ട്, ചേട്ടാ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കേരളത്തിൽ തൊഴിൽ രഹിതരുടെ എണ്ണം വളരെ കൂടുതലാണ്. സ്വന്തം കഴിവുണ്ടായിട്ടാണെന്ന് ആലോചിക്കണം ഈ തൊഴിൽ രഹിതർ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രൊഫഷണൽ ആളുകളും. അപ്പോൾ അതിനെല്ലാത്തിൻ്റെ സൊല്യൂഷനാണ് എനിക്ക് തോന്നുന്നത് ഈ 15-ാം തീയതി പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെ ആയിരിക്കും നമുക്ക് ഗൈഡൻസ് ഒക്കെ തരുന്ന, ക്ലാസ് ഒക്കെ കൊടുക്കുന്നത്? റോജനെ പോലെയുള്ള ആളുകൾ തന്നെ. ഒന്ന് ഞാനുണ്ട്. ഞാൻ ഇതിൽ എടുക്കുന്നത് ക്രിയേറ്റീവായ മേഖലയിൽ എങ്ങനെയാണ്, പിന്നെ കുറച്ചുകൂടി നമുക്ക് എല്ലാ മേഖലയും, സ്പിരിച്വാലിറ്റിയും ക്രിയേറ്റീവായ മേഖലയും ടെക്നിക്കലി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ വ്യക്തികളുടെ അവർക്ക് ഇമ്പിൾഡ് ആയിട്ട് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സാധാരണ രീതിയിൽ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത്തരത്തിലുള്ളൊരു സപ്പോർട്ടൊന്നും അവിടെ കിട്ടില്ല. ആ ടെക്നിക്കലി അത് പഠിക്കുക, പുറത്തു വരിക, പിന്നെ നമ്മുടെ കഴിവെടുക്കുക. അതിൻ്റെ ഈ ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ നോക്കി നമ്മുടെ കഴിവുകളെ കണ്ടെത്താൻ മറ്റൊരാൾ സഹായിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ മേഖലയിൽ നമുക്ക് ഗ്രോത്ത് സംഭവിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു എമൗണ്ട് അല്ല സോഷ്യൽ മീഡിയ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇനി വരാനിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയയും ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലോട്ട് കടക്കുന്ന ആളുകൾക്ക് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഇവരെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടി. അത് പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ആളുകൾക്ക്, പിന്നെ ഇതിൻ്റെ അകത്ത് പ്രായമില്ല. നിങ്ങൾക്ക് എത്ര പ്രായമായ ആളുകൾക്കും വന്ന് ജോയിൻ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാം. പ്രായപൂർത്തി ആയവർക്കും പ്രായപൂർത്തി കഴിഞ്ഞവർക്കും എല്ലാവർക്കും വന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഏജിൻ്റെ പ്രശ്നങ്ങളില്ല, ക്വാളിഫിക്കേഷൻ്റെ പ്രശ്നമില്ല. അങ്ങ് ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചാൽ എനിക്ക് വിദ്യാഭ്യാസമില്ല.
ഈ പലപ്പോഴും ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാവുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ചമ്മലില്ല. അവർക്ക് അവരുടെ ഒരു കാര്യം അവതരിപ്പിക്കാനാണെങ്കിലും ഇപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്കൊരു എല്ലാം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊടക്കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ചാനൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് തുടങ്ങാം. അത് എന്ത് ചാനലാണ്? ഒരു സ്പിരിച്വൽ ചാനൽ തുടങ്ങാനാണോ, ഒരു ഫുഡ് ചാനൽ തുടങ്ങാനാണോ, ഒരു ഫാഷൻ ചാനൽ തുടങ്ങാനാണോ, ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങാനാണോ? നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും കടന്നു പോകുന്ന പ്രഗത്ഭരായ വ്യക്തികളാണ് നമ്മുടെ ഈ പാനലിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു ചാനലിൽ അവതാരകനാവാനാണോ താല്പര്യം? നിങ്ങൾക്ക് അവതാരകനാവാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ടർ ആവാനാണോ താല്പര്യം? നിങ്ങൾക്ക് റിപ്പോർട്ടർ ആവാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ക്രിയേറ്റീവ് സൈഡാണ്. ഈ ക്രിയേറ്റീവ് സൈഡിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങളും കൂടി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു യൂട്യൂബർ ഒരാൾ ആഗ്രഹിക്കുക, എനിക്ക് എൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, എൻ്റെ കഴിവുകളും എല്ലാം മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കൃത്യമായി ആ വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ കഴിവിനെ മനസ്സിലാക്കി, അവൻ്റെ കൂടെ നിന്ന്, വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവരാണെങ്കിലും കൂടിയവരാണെങ്കിലും അവരുടെ കൂടെ നിന്ന് അതിനുള്ള കോൺഫിഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവരുടെ കൂടെ നിന്നാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കാരണം എന്താ, ഇത് അവരെ സപ്പോർട്ട് ചെയ്യുന്നാൽ, ഏതൊരു മനുഷ്യനും അങ്ങനെയല്ലേ, സപ്പോർട്ട് ചെയ്താലേ വളർന്നു വരുള്ളൂ. ഇനീഷ്യൽ സപ്പോർട്ട് കൊടുക്കണം. പലപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മറ്റൊരു സ്ഥലത്ത് പോയി ഇവർ പഠിപ്പിച്ചു കൊടുക്കില്ല. കാരണം ഇവന് വളരണ്ട. മറ്റൊരു സ്ഥലങ്ങളിൽ ഇവരിത് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. പലപ്പോഴും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രേക്ഷകരോട്ട് എത്തിക്കേണ്ടത്, ഈ ടെക്നിക്കുകളൊന്നും പലപ്പോഴും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് മനുഷ്യർ നമ്മുടെ അടുത്ത് തൊഴിൽ തേടി വരികയും നമ്മളെ സഹായിക്കാമോ എന്ന് പറഞ്ഞു വരികയും, അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, എന്തുകൊണ്ട് ഈ വരുന്ന സാധാരണക്കാര മനുഷ്യരെ നമുക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലോട്ട് കടത്തി വിട്ടുകൂടാ, അവർക്ക് എന്തുകൊണ്ട് സ്വന്തമായി കണ്ടെത്തിക്കൂടാ. കാരണം ഒരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യേണ്ട, അവർക്ക് സ്വന്തമായിട്ട് അവർ വീഡിയോസ് മേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രാവൽ പോയാൽ പോലും തന്നെ സ്വന്തം നാട്ടിലുള്ള വീഡിയോസ് കാണിച്ചാൽ ആളുകൾ കാണുന്നേ, സ്വന്തം വീട്ടിലെ വീഡിയോസ് കാണിച്ച ആളുകൾ കാണും. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വ്ളോഗിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനന്ത സാധ്യത ഉള്ളപ്പോഴാണ് ഒരു സൈഡിൽ ഒത്തിരിയധികം ആളുകൾ തൊഴിൽ രഹിതരായിട്ട് 10,000-10,000 രൂപയ്ക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിക്വസ്റ്റുകളെല്ലാം എനിക്ക് പേഴ്സണൽ തെറാപ്പിസ്റ്റിലൊക്കെ ഒരുപാട് വരാറുണ്ട്, ഒരു ജോലി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് സംഘടിപ്പിക്കുന്നത്. രോഹിത്തേട്ടനുണ്ട്, പ്രതിവേട്ടനുണ്ട്, ഇതിൻ്റെ ഒപ്പം ഞാനുണ്ട്, ചിത്രയുണ്ട്, ശരണ്യുണ്ട്. അത്തരത്തിലുള്ള ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. അതല്ലാതെ ഇത് ഒരിക്കലും നമ്മൾ വാഗൊണ്ട് പറയുന്നൊരു കാര്യമല്ല. ഈ മേഖലയിൽ നിന്ന് ഈ മേഖലയിലൂടെ ഉയർന്നു വന്ന് നല്ല രീതിയിൽ എത്തി നിൽക്കുന്ന ആളുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവരുടെ അനുഭവങ്ങളിലൂടെ, അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും അനുഭവം ടെക്നിക്കൽ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ടെക്നിക്കൽ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ ആ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ച് ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയ ആളുകളുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കടന്നു പോയി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് പഠിക്കുന്ന നമുക്ക് 6 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത്തരം കോഴ്സുകൾ സാധാരണ കുറേ കാലം എടുത്ത് പഠിക്കണം. പിന്നെ പഠിച്ചാൽ നമുക്ക് പൂർണ്ണതയിൽ എല്ലാ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നും അറിയില്ല. എനിക്കൊന്ന് അബാക്ക് ആ കുറവുകളൊക്കെ നികത്തുന്ന ഒരു പ്ലാനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് അബാക്ക് അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു 1 ഡേ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പലപ്പോഴും ഒരു തീരുമാനം വന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം, അത് നമുക്ക് സൗജന്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾക്ക് സൗജന്യമാണ്, നിങ്ങളോട് വന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ധാരണയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അത് വളരെ, എനിക്ക് തോന്നുന്നു വളരെ ഒരു യൂസ്ഫുള്ളായ ഒരു കാര്യമായിരിക്കാം. അതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇനി വരുന്ന ആളുകൾക്കാണെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ബോസില്ല. ഒരു ഓഫീസ് വേണ്ട, നിങ്ങൾക്ക് വലിയ എക്യുപ്മെൻറ്റ്സ് വേണ്ട, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു ഈ വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും പല ആളുകളും വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് വലിയൊരു സിസ്റ്റം വേണം, നമുക്ക് വലിയൊരു ടീം വേണം, നമുക്കൊരു ഓഫീസ് വേണം, നമുക്ക് വലിയൊരു ക്യാമറ വേണം. ഇതിനൊന്നും ആവശ്യമില്ല. ഇതിലൊക്കെ തന്നെ ഒരു പ്രധാന എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഞങ്ങളുടെ ഫോൺ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇത് എടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഫോൺ കൊണ്ട് എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ എങ്ങനെയാണ് റീച്ച് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇതിനെ മോണിറ്റൈസ് ചെയ്യുക? എടുത്താൽ തന്നെയല്ല, അതെ എടുത്താൽ തന്നെയല്ല, ആ വെറുതെ എടുത്ത് കാര്യമില്ല. അത് കൃത്യമായ, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും എൻ്റെ വർഷങ്ങൾക്ക് മുന്നേ ജേർണലിസം പഠനങ്ങളിലൂടെ കടന്നുപോയി ഏഷ്യാനെറ്റിൻ്റെ ബ്യൂറോ ചീഫൊക്കെ ആയിരുന്നു എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ ഞാൻ ജീവിച്ചതും നടന്നതുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ രക്ഷപ്പെടൂ, നിങ്ങൾ ലൈഫിൽ വളരൂ. അതല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ ശമ്പളത്തിൽ, കാരണം നമ്മളെല്ലാവരും പല ഓഫീസുകളിലും ജോലി ചെയ്തിട്ട് ആളുകൾ, നമുക്കറിയാം ഒരു ഓഫീസ് കൾച്ചർ എൻ്റെ ഡിഫറൻറ്റാണ്. എന്നാൽ വളരെ ക്രിയേറ്റീവായ ആളുകൾക്കും അവരുടെ ആഗ്രഹങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഒരിക്കലും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാനുള്ള
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ മാസം നടക്കുന്ന 15-ാം തീയതി നടക്കുന്ന ഈ ഫ്രീ വർക്ക്ഷോപ്പ്. അപ്പോൾ തീർച്ചയായും വളരെ നല്ല അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കുക. കാരണം ഇവിടെ വിദഗ്ധരായ ഒരു പാനലാണ് നമുക്ക് വേണ്ട പഠനങ്ങളെല്ലാം, നിങ്ങൾക്ക് വേണ്ട പഠനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് പൂർണ്ണമായും ചെയ്യേണ്ടത്, ഒരു സ്റ്റുഡിയോയിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണുള്ളത്, എങ്ങനെയാണ് അതൊക്കെ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെക്നിക്കലി നിങ്ങൾ യഥാർത്ഥത്തിൽ അതിന് വേണ്ടി തയ്യാറാകേണ്ടത്, അങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു എക്സ്പേർട്സിൻ്റെ, വിദഗ്ധരുടെ പരിശീലനമായിരിക്കും നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിൽ കിട്ടുക. വർക്ക്ഷോപ്പിൽ നമുക്ക് നേരിട്ട് കാണാം.